മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെയല്ല ഈ ക്ഷേത്രത്തിൽ ഈ ക്യൂവിൽ നിന്ന മുഴുവൻ ആളുകൾക്കും മണിത്തറയിൽ കയറി കഴിഞ്ഞാൽ കയ്യിൽ തീർത്ഥവും അതുപോലെ എല്ലാ ഭക്തന്മാർക്കും ഇലയിൽ പ്രസാദവും കൊടുക്കുന്ന ഏക സ്ഥലം ഇത് മാത്രമേ ഉണ്ടാവൂ. കൊട്ടിയൂർ അമ്പലത്തിൽ സുഗമമായിട്ട് ഇവിടെ ഭക്തർക്ക് ദർശനം അനുവദിക്കാൻ ഒരുപാട് പേർ ഇവിടെ പ്രയത്നിക്കുന്നുണ്ട്. അതിൽ അമ്പലത്തിലെ ഉദ്യോഗസ്ഥരുണ്ട്, പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, ഇവിടെ ഒരുപാട് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്ന സമിതിയുടെ ആൾക്കാരുണ്ട്, എല്ലാവരും ഉണ്ട്. കൂട്ടത്തിൽ ശ്രീജിത്ത് എന്ന് പറഞ്ഞ ഒരാളെ നമ്മൾ പരിചയപ്പെട്ടു. നമുക്ക് ശ്രീജിത്തിനോട് ചോദിക്കാം, ഇക്കുറി എങ്ങനെയാണ്? തിരക്ക് കൂടുതലാണോ? കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം തിരക്ക് നല്ല കൂടുതലാണ്. സാധാരണ ഒരു 4-5 മണിക്കൂർ ക്യൂ നിന്നിട്ടാണ് സാധാരണ എല്ലാവരും ഭഗവാനെ തൊഴാറ്. പക്ഷേ ഈ വർഷം അതൊരു 7-8 മണിക്കൂറിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റുള്ള ക്ഷേത്രങ്ങളെ പോലെയല്ല ഈ ക്ഷേത്രത്തിൽ ഈ ക്യൂവിൽ നിന്ന മുഴുവൻ ആളുകൾക്കും മണിത്തറയിൽ കയറി കഴിഞ്ഞാൽ കയ്യിൽ തീർത്ഥവും അതുപോലെ എല്ലാ ഭക്തന്മാർക്കും ഇലയിൽ പ്രസാദവും കൊടുക്കുന്ന ഏക സ്ഥലം ഇത് മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ടാണ് ഇത്രയധികം തിരക്കുകൾ വരാനുള്ള കാരണം. അല്ലാതെ ഈ മറ്റൊന്നും കൊണ്ടല്ല ഇവിടെ ഇങ്ങനെ വരുന്നത്. എല്ലാ ഭക്തന്മാരും ഈ ക്ഷേത്രത്തിനെ പറ്റി അറിയുന്നവർ ഒരിക്കലും ഈ ക്ഷേത്രത്തിൻ്റെ ഈ രീതിയെ കുറ്റം പറയില്ല, ഒരിക്കലും വിമർശിക്കില്ല. ആ രീതി ഏതൊരു ഭക്തനോട് ചോദിച്ചാലും ഒരു 5 മണിക്കൂർ ക്യൂ ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ടെന്ന് മാത്രമേ പറയൂ. ഈ ആചാരം അങ്ങനെയാണ്. മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നും എത്രയോ വിഭിന്നമായ ഒരു ആചാരം നടക്കുന്ന ഏക ക്ഷേത്രം ഇന്ത്യയിൽ തന്നെ അപൂർവം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് മാത്രമേ ഉണ്ടാവും. ശ്രീജിത്ത്, ഞാൻ ചോദിക്കുന്നത് ഈ 28 ദിവസത്തെ വൈശാഖോത്സവത്തിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് എന്നാണ് എന്ന് പറയാൻ പറ്റുമോ? സാധാരണ തിരുവോണം ആരാധന എന്ന് പറയുന്ന ഫസ്റ്റ് ആരാധനക്കാണ് സാധാരണ ഉണ്ടാകാറ്. പക്ഷേ ഇന്ന് ഈ കന്നഡ ദേശത്തു നിന്ന് ഭക്തന്മാർ വരുന്നതോടുകൂടി എല്ലാ ദിവസവും തിരക്കായി മാറിയിരിക്കുകയാണ്. ഇന്നലെ ഇളനീർ വെപ്പിന് തന്നെ ഇന്നലെ തന്നെ 1 മണി മുതൽ ക്യൂ നിൽക്കുന്നവർ ഈ ക്യൂവിലുണ്ട്. സാധാരണ നമ്മൾ 4 മണിക്ക് ശേഷമാണ് ഗേറ്റ് 2 ഭാഗത്ത് ഗേറ്റ് തുറക്കാറ്. ഇന്നലെ ഗേറ്റ് അടച്ചിട്ടില്ല. കാരണം ഇളനീർ വെപ്പ് ഇന്നലെ രാത്രി കഴിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കഴിയുമ്പോൾ തന്നെ രാവിലെ 5 മണി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഇന്നലെ ഗേറ്റ് അടച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്നലെ 1 മണി 2 മണി മുതലേ ക്യൂവിൽ ഇങ്ങനെ ആൾക്കാർ നിന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവരാണ് ഇപ്പോഴും 9 മണിക്കും 10 മണിക്കെല്ലാം ദർശനം നടത്തി പോകുന്നത്. ആർക്കും ഒരു പരിഭവമില്ല. അതാണ് ഈ ഭഗവാന്റെ പ്രത്യേകത. പ്രകൃതിയോട് ഇണങ്ങി ചേരുന്ന ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഈ പെരുമാൾ മാത്രമേ ഉള്ളൂ. ശ്രീജിത്തിന്റെ വാക്കുകൾ ഇടറുന്നു. അത്രത്തോളം ഭഗവാൻ ഞാൻ സാധാരണ ഈ വളണ്ടിയറായിട്ട് ഇവിടെ വരാൻ തുടങ്ങിയിട്ട് കുറച്ച് വർഷങ്ങളായി. ഭഗവാനോടുള്ള ആ ഒരു ബന്ധം മീൻസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു 28 ദിവസം ഭഗവാനെ സേവിക്കുക എന്നുള്ള ഒരൊറ്റ ഇതിൽ മാത്രം ഇവിടെ വരുന്ന ഒരാളാണ്. അല്ലാതെ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? ബസ്സിലാണ് കണ്ടക്ടറായി ജോലി ചെയ്യുന്നു. ഈ ഒരു മാസം ജോലി ചെയ്യില്ല? ഇല്ല, ജോലിയില്ല ഇവിടെ. ഭഗവാനായിട്ട് 1 മാസം. ഇങ്ങനെ ഒരാളെ കണ്ടതിൽ വളരെ സന്തോഷം. കാര്യം കൊട്ടിയൂരപ്പൻ്റെ സന്നിധി അതൊന്നും പരിപാവനമായി തന്നെ വേണം. ഇവിടെ ഉണ്ടാകുന്ന നിർദ്ദേശങ്ങളും നിയന്ത്രണങ്ങളും ഒന്നും വിമർശിക്കേണ്ടതല്ല എന്ന് അദ്ദേഹം പറയുമ്പോൾ ശരിക്കും ഭഗവാനോടുള്ള ആ ഒരു ആത്മസമർപ്പണത്തിൻ്റെ ഭാവം അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ വരുന്നുണ്ട്. അതുപോലുള്ള ഈ ശ്രീജിത്തിനെ പോലുള്ള ഒരുപാട് പേരാണ് ഈ പരിസരത്തുള്ളത്. ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു പ്രകൃതി ഭംഗിയും ഈ ക്ഷേത്രത്തിൻ്റെ ഈ ഒരു എന്താ പറയുക നാച്ചുറലായിട്ടുള്ള ആ ഒരു ഇതും ആ ഒരു പരിവേഷവും അത് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് ഇവരെല്ലാവരും. അത് ആരും നശിപ്പിക്കരുത്. ക്ഷേത്രത്തിൽ വന്ന് ഭഗവാനെ കണ്ട് തൊഴുതു മടങ്ങുന്നവർ ക്ഷേത്രത്തിൻ്റെ പരിപാവനത കൂടി കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥരാണ്.